നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധന്റെ രാശിമാറ്റമാണ്. ഗോചരത്തിൽ ബുധൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ്. 23/5/2025 ഉച്ചയ്ക്ക് 1:02 ബുധന്റെ രാശിമാറ്റം. ഓരോ രാശിക്കൂറുകാർക്കും ബുധന്റെ രാശിമാറ്റം എന്തെല്ലാം ഫലങ്ങളെ നൽകും എന്നുള്ളത് ലഘുവായിട്ടൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനപുഷ്ടിയും വാഗ്വിലാസവും ഐശ്വര്യവും ഫലമായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ബുധരാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ നിൽക്കുന്ന ബുധൻ ബന്ധുക്കളോട് കലഹവും സർക്കാരിനെതിരായിട്ടുള്ള വാക്കുകൾ കാരണം ധനനാശവും ദൂരദേശ സഞ്ചാരവുമാണ് ഫലമായി പറയേണ്ടത്. എന്നിരുന്നാലും യാത്ര കൊണ്ട് നേട്ടമുണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മിഥുനക്കൂറിൽ വരുന്നത് മകീരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ബുധൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കിയാൽ ശത്രുവിട, രോഗം എന്നിവയൊക്കെയാണ് ഫലം പറയേണ്ടത്. എന്നിരുന്നാലും ബുധന്റെ അടുത്ത രാശിമാറ്റത്തിന് മുമ്പായിട്ട് തന്നെ രോഗദുരിതങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭാഷണ സാമർഥ്യം, ധനലാഭം, സുഖം, കാര്യജയം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം എന്നിവയൊക്കെ ഫലമായി പറയണം. കർക്കിടകക്കൂറുകാർക്ക് ബുധൻ 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്കും ഉന്നത ഗുണാനുഭവങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടും കർക്കിടകക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ സുഖം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് ബുധൻ 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗ ആരംഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതൽ എടുക്കേണ്ടതാണ്. എന്നിരുന്നാലും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരങ്ങളിൽ നിന്നും, സഹായികളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ മികച്ച ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ബുധൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, സാമർഥ്യം ഇവയൊക്കെ ഫലമായി പറയണം. അതേപോലെ തന്നെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് സാമ്പത്തികമായിട്ട് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ബുധൻ ശാരീരികമായിട്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധന്റെ രാശിമാറ്റം രോഗശമനത്തിന് സാഹചര്യം ഉണ്ടാക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പുരാണം, ഉത്രാടങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് ബുധൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ബുധന്റെ രാശിമാറ്റം കാര്യവിജയം, ഉന്നത സ്ഥാനലാഭം, സൗഭാഗ്യം ഇവയൊക്കെ ലഭിക്കുന്നതിന് സഹായകരമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ബുധൻ മകരക്കൂറുകാർക്ക് ജന്മരാശിയുടെ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയോടും സന്താനങ്ങളോടും കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ മകരക്കൂറുകാർക്ക് മികച്ച ലാഭം വർദ്ധിക്കുന്നതാണ്, നേട്ടമുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ
ധനലാഭവും ബന്ധുക്കൾക്ക് ഐശ്വര്യവും കുടുംബത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കുംഭക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് തൊഴിലിൽ മികച്ച നേട്ടങ്ങളും ലാഭവും വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം മീനക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളെ നൽകുമെന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂറ്റാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുഭയവും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പും ഒക്കെ ഫലമായി പറയണം. എന്നിരുന്നാലും മീനക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പിതാവിൽ നിന്ന് മികച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും പൊതുവെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം മീനക്കൂറുകാർക്ക് കൂടെ ഉണ്ടാകുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും ബുധന്റെ രാശിമാറ്റ ഫലം ആണ് പറഞ്ഞത്. മറ്റ് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം ചേർത്ത് വേണം പൊതുവായിട്ടുള്ള നക്ഷത്രഫലത്തെ ചിന്തിക്കുവാൻ. ഇത് ബുധന്റെ രാശിമാറ്റ ഫലം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.